എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു മധുരമായിട്ടാണ്, അതായത് ബാദുഷയുടെ റെസിപ്പി ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ദിവാളിയൊക്കെ വരികയല്ലേ, അപ്പോൾ ഞാൻ കരുതി ദിവാളി വരുന്നേക്കാൾ മുൻപായിട്ട് കുറച്ച് സ്വീറ്റ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരാമെന്ന്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ബാദുഷയായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് മുൻപ് ഞാൻ കുറച്ച് സ്വീറ്റ്സ് ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ സ്വീറ്റ്സിൻ്റെ പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി, നിങ്ങൾക്ക് കാണാൻ പറ്റും. ബാദുഷ ശരിക്കും പറഞ്ഞാൽ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ചെറിയ ചെറിയ പോയിന്റ്സ് ശ്രദ്ധിക്കണം. ഞാൻ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനും കാണാം, അതിനുശേഷം ഉണ്ടാക്കി നോക്കുക. അതിനുശേഷം എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അപ്പോൾ ദിവാളി വരുന്നതിന് മുൻപായിട്ട് ഒരു പ്രാവശ്യം ട്രയലൊക്കെ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദിവാളിക്ക് ഇതേപോലെ സ്വീറ്റ്സ് ഒക്കെ ഉണ്ടാക്കി ഗസ്റ്റിനും അതുപോലെ തന്നെ നൈബേഴ്സിനൊക്കെ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഒട്ടും താമസിക്കേണ്ടത് നമുക്ക് എങ്ങനെയാണ് രുചികരമായിട്ടുള്ള, അതേസമയം വളരെ ഈസി ആയിട്ടുള്ള ബാദുഷ തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ബാദുഷ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ ആദ്യം എടുത്തു വെച്ചിരിക്കുന്നത് 1.25 കപ്പ് മൈദയാണ്. വെയിറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ 200 ഗ്രാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ മൈദ ഒരു അരിപ്പയിലോട്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ കൂടെ 1 ടീസ്പൂൺ, ഇതിപ്പോൾ എൻ്റെ ഇത് 1/2 ടീസ്പൂൺ, അപ്പോൾ 2 ടീസ്പൂൺ ഇടണം. 1 ടീസ്പൂൺ പൊടിച്ച പഞ്ചസാര, അതുപോലെ തന്നെ അല്പം ഉപ്പ്. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒന്നുകിൽ ബേക്കിംഗ് പൗഡർ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ. ഞാനിപ്പോൾ ഇവിടെ ബേക്കിംഗ് സോഡയാണ് ഉപയോഗിക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ബേക്കിംഗ് പൗഡർ ആണെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ വരെ ആകാം. നമ്മൾ അപ്പക്കാരെന്നൊക്കെ പറയില്ലേ, ഇതാണ് ബേക്കിംഗ് സോഡ. അപ്പോൾ ഞാൻ 1/4 ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇത് നമുക്ക് ഒന്ന് അരിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാ നമ്മുടെ മൈദ ഞാനിവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഒരു ബൗൾ എടുക്കുക. അതിലോട്ട് 1/4 കപ്പ് ഉരുക്കിയ നെയ്യ്, അതല്ലെങ്കിൽ ബട്ടർ ആയാലും കുഴപ്പമില്ല, ഡാൽഡ ആണെങ്കിലും കുഴപ്പമില്ല. ഞാനിപ്പോൾ നെയ്യാണ് ഉപയോഗിക്കുന്നത്, ഒട്ടും തന്നെ ചൂടില്ലാത്ത നെയ്യ് കേട്ടോ. അപ്പോൾ 1/4 കപ്പ് എന്ന് പറയുമ്പോൾ എത്ര ടേബിൾ സ്പൂൺ ഉണ്ടെന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. ഈ നെയ്യിൻ്റെ അളവ് 5 ടേബിൾ സ്പൂൺ. 1/4 കപ്പ് എന്ന് പറയുമ്പോൾ 5 ടേബിൾ സ്പൂൺ ആണേ. ഞാനതിൻ്റെ കൂട്ടത്തിൽ കൂടി ഇനി 4 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. ഇച്ചിരി ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കട്ടകളെല്ലാം ഉടച്ചു വെച്ചിരിക്കുന്ന തൈരാണ് 4 ടേബിൾ സ്പൂൺ. അത് നന്നായിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ 200 ഗ്രാം പൊടിക്കാണ് ഈ ഒരു അളവ് കേട്ടോ. ചൂടോട് കൂടി ഇതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ നെയ്യാണ് ഉപയോഗിച്ചതെന്ന് മാത്രം. നെയ്യ് തന്നെയാണ് അതിൻ്റെ ഒരു റിയൽ ഒരു ഫ്ലേവർ. ഓക്കെ, ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ മൊത്തത്തിൽ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ പതുക്കെ നമുക്കങ്ങ് കുഴച്ചെടുക്കാം. ഇനി ഇതിൽ വെള്ളം കൂടുതൽ പോലെ തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ എക്സ്ട്രാ പൊടി ഇട്ട് കൊടുക്കാം. വെള്ളം കുറവ് പോലെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഐസ് വാട്ടർ ആണെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും. കുറച്ച് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. ഒരു ടേബിൾ സ്പൂണും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. എക്സ്ട്രാ വെള്ളം 1 ടേബിൾ സ്പൂൺ. ഞാൻ തണുത്ത വെള്ളമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അത് നിങ്ങളത് കുഴച്ച് നോക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ വെള്ളത്തിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യണം. ഞാൻ ഈ വിരലുകൾ വെച്ചിട്ടാണ് ഈ കുഴയ്ക്കുന്നത്. എല്ലാവരും ഒരുപാട് ശക്തി എടുക്കുന്നില്ല. എല്ലാം കൂടി ഒന്ന് യോജിച്ച് വരണമെന്ന് മാത്രമേ ഉള്ളൂ. ഒരുപാട് ശക്തി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ടെക്സ്ചർ ശരിയാവില്ല. ഇതുണ്ടാക്കി വരുമ്പോൾ ആ ശരിയായ അളവുകൾ ഉണ്ടെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇത് ബാദുഷ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ ഒന്ന് യോജിച്ച് വരണമെന്ന് മാത്രമേ ഉള്ളൂ. ഇത് നിങ്ങളിങ്ങനെ തുറന്ന് നോക്കി ഇതുപോലെ ഇരിക്കണം. ഇത് കണ്ടില്ലേ, ഇതുപോലെയാണ് ഇരിക്കേണ്ടത്. അപ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കണില്ല, അതേസമയം നനവുണ്ട്, അതേസമയം ഒരുപാട് നമ്മളിങ്ങനെ ഹാർഡായിട്ട് കുഴച്ചിട്ടില്ല. ഇതിങ്ങനെ തന്നെ കൈ കൊണ്ട് പ്രസ് ചെയ്തിട്ട് നമുക്ക് 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ചെറിയ നനവുള്ള തുണി കൊണ്ട് ഞാൻ മൂടി വെച്ചിട്ടുണ്ട്. ഇതൊരു 15 മിനിറ്റ് ഇരുന്നോട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പഞ്ചസാര ലായനി റെഡിയാക്കാൻ തുടങ്ങാം. ഓക്കെ, ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു സോസ് പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് 1/4 കപ്പ് പഞ്ചസാര, മീഡിയം മധുരമുള്ള ഷുഗർ സിറപ്പാണ് ഉണ്ടാക്കുന്നത്. അതേസമയം നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് പഞ്ചസാര വരെ ആകാം. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 1/4 ഗ്ലാസോളം തന്നെ വെള്ളം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ തീ വെക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു നുള്ള് ഉപ്പ്. മധുരത്തിന് ഒരു ബാലൻസ് കൊടുക്കാനാണ് ഒരു നുള്ള് ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നാട്ടിലൊക്കെ കിട്ടുന്ന പഞ്ചസാരയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിറയെ അഴുക്ക് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് നിറയെ അഴുക്ക് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലോട്ട് 1 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുക്കാം. പാല് ചേർക്കുന്ന സമയത്ത് അതിലുള്ള ഇമ്പ്യൂരിറ്റീസ്, അഴുക്കുകൾ മുഴുവനും മേലോട്ട് ഇങ്ങനെ പതഞ്ഞ് വരും. അതപ്പോൾ ഒരു സ്പൂൺ എടുത്തിട്ട് നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. പക്ഷെ ഇവിടെ എനിക്ക് അങ്ങനെ സംഭവിക്കാത്തത് കൊണ്ട് ഞാൻ ആ പ്രൊസീജിയർ ചെയ്യുന്നില്ല. അപ്പോൾ നല്ല പഞ്ചസാര അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്, ഞാനിവിടെ നന്നായി വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഏലക്കായ, ജസ്റ്റ് അതിൻ്റെ തൊലി ഒന്ന് വിടിയിച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കുകയാണ്. ഏലക്കയുടെ ഫ്ലേവർ താല്പര്യമില്ലെങ്കിൽ ഒഴിവാക്കാം. ഞാൻ സാധാരണ രീതിയിൽ ഏലക്കായ ഇടാറില്ല. പക്ഷേ ബാദുഷ എന്ന് പറയുമ്പോൾ ചെറിയൊരു ഏലക്കായുടെ ഫ്ലേവർ നല്ലതാണ്.
അത് ഇഷ്ടമല്ലെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. അല്ലെങ്കിൽ ഏലക്കായുടെ പൊടി ചേർത്ത് കൊടുത്താലും മതി. പിന്നെ ഞാനിവിടെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു അല്പം കുങ്കുമപ്പൂവാണ്, സാഫ്രോൺ. അത് സാധാരണ രീതിയിൽ ചേർക്കാറുണ്ട്. പക്ഷെ കുങ്കുമപ്പൂവ് ഇല്ലാത്തവർ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ചേർത്തിട്ടില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഞാനിപ്പോൾ ഒരു ഇച്ചിരി കുങ്കുമപ്പൂവ് ഇതിൽ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് തീ വെച്ച്. പിന്നെ മാത്രമല്ല ഓരോ സ്റ്റവ് അനുസരിച്ച് മാറ്റം വരും കേട്ടോ, ടൈമിംഗ് ഒക്കെ. ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് ഇലക്ട്രിക് സെറാമിക് ഗ്ലാസ് സ്റ്റോപ്പാണ്. അതായത് ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന സ്റ്റവിൻ്റെ പേരാണ്. മീഡിയം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നിങ്ങളുടെ സ്റ്റവിൽ ഗ്യാസിൽ വ്യത്യാസം ഉണ്ടാവും, അതനുസരിച്ച് മാറ്റം വരുത്തിക്കോളൂ സമയത്തിലൊക്കെ. പക്ഷെ എന്നാലും നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം എത്ര സമയം എനിക്ക് ഈ തിക്നെസ് വരാൻ എടുത്തു എന്നുള്ള കാര്യം കേട്ടോ. ഞാനിപ്പോൾ ഇത് ഓഫ് ചെയ്തു കേട്ടോ. ഒരു 4 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഞാനിത് കുക്ക് ചെയ്തിട്ടുണ്ട്. വൺസ്റ്റിക് കൺസിസ്റ്റൻസി ആയിട്ടില്ല. അതേസമയം ഒരു തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒട്ടുന്നുണ്ട്. ആ ഒരു പരുവത്തിൽ നമുക്കിത് മാറ്റി വെക്കാം. എല്ലാവരും വൺസ്റ്റിക് കൺസിസ്റ്റൻസിയാണ് പറയാറുള്ളത്, പക്ഷേ ഞാനിപ്പോൾ വൺസ്റ്റിക് കൺസിസ്റ്റൻസി ആക്കുന്നില്ല എന്ന് മാത്രം കേട്ടോ. പിന്നെ വേറൊരു കാര്യം ചെയ്യാൻ മറന്നുപോയി. അതിലേക്ക് ഒരു അല്പം ചെറുനാരങ്ങ നീര് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് കട്ട പിടിക്കാതിരിക്കാനാണ് ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂണോളം ചെറുനാരങ്ങ നീര് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്ത് കൊടുക്കുക. അത് നമുക്കിനി അടച്ചു വയ്ക്കാം. ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മാവ് ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കാം. ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് സ്ട്രെസ് കൊടുക്കണ്ട, ജസ്റ്റ് ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ നിന്ന് ചെറിയ ചെറിയ ഉരുളകളാക്കിയതിന് ശേഷം ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. ഞാൻ ചെറിയതായിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ, ഒരുപാട് വലുതായിട്ട് ഉണ്ടാക്കണില്ല. പിന്നെ ഇത് നമുക്ക് എണ്ണയിലിട്ട് വറുക്കുന്ന സമയത്ത് കുറച്ചും കൂടി ഒന്ന് വലുതാകും. അതുകൊണ്ട് ഞാൻ ചെറുതായിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഒരു ഉരുള ഇതേപോലെ എടുക്കുക. അതിനുശേഷം ഒന്ന് ഇതേപോലെ ആക്കി കൊടുക്കുക. ജസ്റ്റ് പ്രസ് ചെയ്ത് നടുവിൽ നമ്മുടെ തള്ളവിരലുകൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതിനൊരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി ഉരുട്ടുമ്പോൾ ഷേപ്പൊക്കെ ഒന്ന് ചിലപ്പോൾ ബുദ്ധിമുട്ടാവും. അത്ര കറക്റ്റായിട്ട് ഷേപ്പൊന്നും വരില്ല. പക്ഷേ പറ്റുന്ന പോലെ നമുക്ക് ചെയ്യാം. ഈ തമ്പ് കൊണ്ട് ഇങ്ങനൊരു കുഴി ഒഴിക്കാം. അപ്പോൾ ഇതുപോലെ ഇത് ഇരിക്കണം. നടുവിൽ കുറച്ച് കുഴി ഉണ്ടായിരിക്കണം. പക്ഷേ കുഴി എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രൈ ചെയ്ത് വരുമ്പോൾ ആ കുഴി അങ്ങ് തൂർന്ന് പോകും. അതുകൊണ്ട് അത്യാവശ്യം നന്നായിട്ട് കൈ കൊണ്ട് പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എല്ലാതും ഒരു 5 എണ്ണം 6 എണ്ണം ഉണ്ടാക്കിയതിന് ശേഷം ബാക്കി മറ്റേ മാവ്, ബാക്കിയുള്ള മാവ് അടച്ചു വെക്കണം. അത് മറക്കരുത്, അതല്ലെങ്കിൽ ഡ്രൈ ആയിട്ട് മാറും. എന്നിട്ട് നമ്മുടെ എണ്ണ ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഈ 5 6 എണ്ണം അറ്റ് എ ടൈം വറുത്തെടുക്കാം. അത് നിങ്ങളുടെ പാത്രം അനുസരിച്ച് ഒരുപാട് കൺജസ്റ്റഡ് ആയിട്ട് ഇടാൻ പാടില്ല, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാതും 5 എണ്ണം ഉരുട്ടിയെടുക്കട്ടെ കേട്ടോ. ഇത് നമുക്ക് വറുത്തെടുക്കാം. ആദ്യത്തെ ബാച്ച്. അതിന് വേണ്ടിയിട്ട് ഒരു കടായി അടുപ്പത്ത് വെക്കുക. അതിലോട്ട് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ചൂടാവട്ടെ. മീഡിയം ചൂടാവുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇട്ട് തിരിച്ചു മറിച്ചിട്ടതിന് ശേഷം ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് വേണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്യാവശ്യം സമയം എടുക്കും നന്നായി ഫ്രൈ ചെയ്ത് ഉള്ളിലൊക്കെ നന്നായി കുക്കായി വരാൻ. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് എണ്ണ ചൂടാവാൻ വെയിറ്റ് ചെയ്യാം. ഞാൻ എണ്ണ ചൂടായെന്ന് പറയാൻ വേണ്ടിയിട്ട് ചെറിയ പീസായി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ എണ്ണയുടെ ചൂട് കറക്റ്റാണ്. ഇട്ട് കൊടുത്തതിന് ശേഷം ചൂട് കുറയ്ക്കാൻ മറക്കരുത്, ലോ ഫ്ലെയിമിലോട്ട് ആക്കാൻ മറക്കരുത് കേട്ടോ. ഓരോന്നായിട്ട് പതുക്കെ പതുക്കെ ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇത്ര ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇനി ഞാൻ തീ കുറയ്ക്കുകയാണേ. തിരിച്ചും മറിച്ചിട്ടിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റെങ്കിലും ഇത് എടുക്കും. നന്നായിട്ട് ഗോൾഡൻ കളറായി ഉള്ളിലോട്ട് നന്നായിട്ട് ക്രിസ്പി ആയി വരാൻ. അത് ആദ്യമായിട്ട് ഞാൻ ഉണ്ടാക്കിയ സമയത്ത് ഞാൻ വിചാരിച്ചു കുക്കായിട്ടുണ്ടെന്ന്. പക്ഷെ ചൂടാറിയതിന് ശേഷം മുറിച്ച് നോക്കിയപ്പോൾ ഉള്ളിൽ പല ഭാഗത്തും കുക്കായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത്, ഹരിബറിയിൽ ചെയ്യരുത്. ചൂടെപ്പോഴും നോക്കുക. എന്നിട്ട് ഒരു 15 മിനിറ്റോളം തിരിച്ചു മറിച്ചിട്ട് ലോ ഫ്ലെയിമിൽ, ഹൈ ഫ്ലെയിമിലല്ല മീഡിയം ഫ്ലെയിമിലും അല്ല, ലോ ഫ്ലെയിമിൽ തിരിച്ചു മറിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ ഇത് കോരി മാറ്റാൻ പോവുകയാണ് കേട്ടോ. എനിക്ക് 15 മിനിറ്റാണ് കറക്റ്റ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നന്നായിട്ട് കളഞ്ഞതിന് ശേഷം ഒരു കിച്ചൺ ടിഷ്യൂലോട്ടോ അല്ലെങ്കിൽ ഒരു സ്ട്രെയിനറിലോട്ടോ നമുക്കിത് ഇട്ട് കൊടുക്കാം. പേടിക്കുന്ന വേണ്ട, എണ്ണ ഒന്നും അങ്ങനെ കുടിക്കില്ല. ഇനി അതേപോലെ തന്നെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. ഇതാ നമ്മുടെ ഷുഗർ സിറപ്പ് ഞാൻ 2ാമത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് നന്നായി ചൂടാറിയിട്ടുണ്ട്, കണ്ടില്ലേ? ഒരു തേനിൻ്റെ കൺസിസ്റ്റൻസിയാണ് ഇപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പിന്. ഇനി നമുക്കിത് ചൂടാക്കിയതിന് ശേഷം ഞാൻ പറഞ്ഞ പോലെ വൺസ്റ്റിക് കൺസിസ്റ്റൻസി വേണ്ട, ചെറിയ ചൂടായിരിക്കുന്ന ഈ ഷുഗർ സിറപ്പിലോട്ട് നമുക്ക് ഓരോന്നും ഇട്ട് കൊടുത്തതിന് ശേഷം 5 മിനിറ്റ് മിനിമം. പിന്നെ അതേസമയം നിങ്ങൾക്ക് ഉള്ളിലോട്ട് നല്ലോണം അതിൻ്റെ ഷുഗർ സിറപ്പ് പോകണം, ഗുലാബ് ജാമിൻ്റെ പോലെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ സമയം 15 മിനിറ്റ് വരെ ഇട്ട് കൊടുക്കാം. ചെറിയ ചൂടുള്ള ഈ ഷുഗർ സിറപ്പിൽ ഞാനൊരു 5 മിനിറ്റ് ഇടുന്നുള്ളൂ. കാരണം ഉള്ളിലോട്ട് ഒരുപാട് ഷുഗർ സിറപ്പ് പോകുന്നത് എനിക്കിഷ്ടമല്ല, അതുകൊണ്ട്. അപ്പം അത് നിങ്ങൾ തീരുമാനിച്ചോളൂ. എന്നിട്ട് ഇതിൽ കൊള്ളുന്ന അത്ര ഇട്ട് കൊടുത്തതിന് ശേഷം എന്നിട്ട് നമുക്ക് മാറ്റി വെക്കുക, എടുക്കുക. അതിനുശേഷം വീണ്ടും ഷുഗർ സിറപ്പ് ചെറുതായിട്ടൊന്ന് ചൂടാക്കുക. എന്നിട്ട് വീണ്ടും അടുത്ത് ഇട്ട് കൊടുക്കുക. എത്ര ബാദുഷ ഇതിൽ കൊള്ളാൻ പറ്റുമോ അതനുസരിച്ച് ചെയ്തോളൂ. അപ്പോൾ ഞാനിത് ചൂടായതിന് ശേഷം നമുക്ക് ബാദുഷയിലേക്ക് ഇട്ട് കൊടുക്കാം. എനിക്ക് 16 എണ്ണമാണ് ഈ അളവിൽ നിന്ന് കിട്ടിയത്. പക്ഷേ ചെറുതായിട്ടാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വലുതാക്കി എടുക്കുകയാണെങ്കിൽ ഒരു 8 എണ്ണമൊക്കെ കിട്ടും, ചെറുതാണെങ്കിൽ 16 എണ്ണം കിട്ടും കേട്ടോ. അപ്പോൾ ചെറിയ ചൂടായിരിക്കുന്ന സിറപ്പിലോട്ട് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഇതിൽ കൊള്ളുന്ന അത്ര മാത്രം. ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് തീ കേട്ടോ.
1 2 3 4 5 6 7 ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊരു 2 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തിരിച്ചിടുക, അപ്പുറത്തെ ഭാഗത്തും കൂടെ ആയിക്കോട്ടെ. അതിനുശേഷം ഒരു 3 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് മാറ്റാം. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കൂടുതൽ നേരം ഇടുകയാണെങ്കിൽ 15 മിനിറ്റ് വരെ ഈ ഷുഗർ സിറപ്പിൽ ഇട്ട് വയ്ക്കാം. അപ്പോൾ ആദ്യത്തെ ബാച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഞാനിത് മാറ്റും. അതിനുശേഷം ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ഇട്ട് കൊടുക്കണം. ചെറിയ ചൂടുള്ള ഷുഗർ സിറപ്പ് ആയിരിക്കണം എന്ന് നിർബന്ധമുള്ളൊരു കാര്യമാണ് കേട്ടോ. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനിത് കോരി മാറ്റി വെക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് 1 സ്ട്രിങ് കൺസിസ്റ്റൻസി, അതായത് നല്ല കട്ടിയായിട്ട് ഈ പഞ്ചസാര പാനി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കിക്കോളൂ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ അത്ര കട്ടിയാക്കുന്നില്ല. ഇതാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ഇത് കണ്ടില്ലേ, ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കിന് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ മുകളിൽ നമ്മൾ ഡോണറ്റിൻ്റെ മുകളിൽ കോട്ട് ചെയ്തിരിക്കുന്ന പോലെ നല്ല ഷുഗർ സിറപ്പ് കോട്ടായിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. അതുകൊണ്ട് സെയിം തന്നെ ആ ഷുഗർ സിറപ്പിന് ചൂടുണ്ടെങ്കിൽ കുഴപ്പമില്ല, ചൂടാക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം വീണ്ടും അടുത്ത ബാച്ച് ഇതേപോലെ തന്നെ ഇട്ട് കൊടുത്ത് ഇതേപോലെ തന്നെ ഇട്ടതിന് ശേഷം ഇതേ മാറ്റി വയ്ക്കാം. നമുക്കിപ്പോൾ അതിൻ്റെ മുകളിലോട്ട് ഓരോന്നെടുത്തിട്ട് വെച്ച് കൊടുക്കാം. ഇതൊരു 5-6 ദിവസം വരെ കേടാവാതെ നമുക്ക് സൂക്ഷിക്കാം. ഇത് ചൂടാറിയതിന് ശേഷം ടൈറ്റായിട്ടുള്ള കണ്ടെയ്നറിൽ അടച്ചു വെച്ച് സൂക്ഷിക്കാം നമുക്ക്. അപ്പം എൻ്റെ ഷുഗർ സിറപ്പിന് അത്യാവശ്യം ചെറിയ ചൂടുണ്ട്. ഇനി ഞാൻ ചൂടാക്കുന്നില്ല, നമുക്ക് ആ ഇതെടുത്ത് കളയാം. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഒരു ബിസ്ക്കറ്റ് പോലെ നമുക്ക് സത്യം പറഞ്ഞാൽ കഴിക്കാം, ഷുഗർ സിറപ്പിൽ ഇട്ടുണ്ടായെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ ഷുഗർ സിറപ്പ് ഇഷ്ടമല്ലാത്തൊരു ഈ ഷുഗർ പേഷ്യൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചോളൂ. എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ ഉണ്ടാക്കിയപ്പോൾ നന്ദി ഇങ്ങനെയാണ് കഴിച്ചത്, ബിസ്ക്കറ്റ് പോലെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഉപ്പും ചെറിയൊരു മധുരമൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ്. ഷുഗർ സിറപ്പ് ഇട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കാം, അല്ലെങ്കിൽ ഞാൻ കാണിച്ചതുപോലെ ചെയ്താൽ മതിയാവും. അതിനോട് കുറച്ച് പിസ്തയും അതുപോലെ തന്നെ കുറച്ച് ബദാമും ഞാൻ നൈസാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സാഫ്രോൺ കുങ്കുമപ്പൂ വേണമെങ്കിൽ ഡെക്കറേറ്റ് ചെയ്യാം. പിന്നെ റോസാപ്പൂവിൻ്റെ അതിലുകളൊക്കെ ഉണ്ടെങ്കിൽ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. എൻ്റെ അടുത്തതൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ ചെയ്യുന്നില്ല. ചൂടോട് കൂടി തന്നെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒട്ടി പിടിച്ചോളൂ ഇതിൻ്റെ മുകളിൽ. ഭംഗിക്ക് വേണ്ടത് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ രുചികരമായ ബാദുഷ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫോട്ടോയിലെടുത്തതിന് ശേഷം കൊണ്ടുവരാം. അപ്പോൾ നമ്മുടെ ബാദുഷ ഫോട്ടോയിലെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരെണ്ണം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്യാം. കാണുന്നുണ്ട് നിങ്ങൾക്ക് ഉള്ളിൽ, കണ്ടില്ലേ? നമ്മൾ ശരിക്കും ഡോണറ്റിൻ്റെ പോലെയൊക്കെ തന്നെ ഇരിക്കും. ഷുഗർ സിറപ്പ് അതേസമയം ഒരുപാടൊന്നും പോയിട്ടില്ല. അതേസമയം നിങ്ങൾക്ക് നന്നായിട്ട് ഇത് ഉള്ളിൽ സോക്കാവണമെന്നുണ്ടെങ്കിൽ 15 മിനിറ്റ് ഇട്ട് വെക്കാം, അല്ലെങ്കിൽ 5 മിനിറ്റ് ഒക്കെ മതിയാവും. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് മധുരം ഉണ്ടാവും, ക്രിസ്പി ആയിരിക്കും, ഉള്ളിൽ സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ചെറിയൊരു മധുരവും ചെറിയൊരു ഉപ്പൊക്കെ ഉള്ളൊരു ടേസ്റ്റാണിത്. അപ്പോൾ ഞാനൊരു വായ നിങ്ങൾക്ക് വേണ്ടി കഴിച്ചു നോക്കട്ടെ. ചെറിയൊരു മധുരം ഉള്ളൂ, നല്ല ക്രിസ്പിയാണ് പുറത്ത്. അപ്പോൾ ആ പുറത്തെ മധുരവും ഉള്ളിലത്തെ ചെറിയൊരു ഉപ്പും ഇവിടെയൊക്കെ ആകുമ്പോൾ സൂപ്പറായിട്ടുണ്ട്. സാധാരണ മധുരം എനിക്ക് അധികം ഇഷ്ടമില്ലാതാണ്, പക്ഷേ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഞാൻ മധുരം കുറച്ചേ ഇട്ടിട്ടുള്ളൂ. നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് വരെ ആവാം. പക്ഷെ ഇത് നന്നായിട്ടുണ്ട്. എൻ്റെ അടപ്പിൻ്റെ തീനാണ് എനിക്ക് 15 മിനിറ്റ് വേണ്ടി വന്നത്. അപ്പോൾ അതേസമയം നിങ്ങളുടെ ചിലപ്പോൾ ഗ്യാസ് ആയതുകൊണ്ട് ചിലപ്പോൾ 15 മിനിറ്റ് വേണ്ടി വരില്ല, 10 മിനിറ്റ് കൊണ്ടാവും. അത് എപ്പോഴും ശ്രദ്ധിക്കണം. നല്ല ഗോൾഡ് കളർ ഉണ്ടാവുക. ഒരെണ്ണം എടുത്തിട്ട് മുറിച്ച് നോക്കുക. അതിൻ്റെ ഉള്ളിൽ വെന്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പം തന്നെ എടുക്കാം. നല്ല ഗോൾഡ് കളർ ആയാൽ മതി. അതേസമയം ഒരുപാട് നമ്മൾ ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കരിഞ്ഞു പോകും. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അപ്പം അതുകൊണ്ട് 15 മിനിറ്റ് എന്നുള്ള സമയം നിങ്ങൾ നോക്കണ്ട. നന്നായിട്ട് കുക്കായ മാത്രം മതിയാവും. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അല്ലെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ വീണ ചേച്ചി 15 മിനിറ്റ് പറഞ്ഞു എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് പറയാൻ പാടില്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് ഞാൻ എടുത്ത് പറയുകയാണേ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ബാദുഷ. ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇതിന് മുൻപ് ഞാൻ സ്വീറ്റ് ഡിഷസ് ഇട്ടിട്ടുണ്ട് ദീപാവലി സ്പെഷ്യലായിട്ട്, അതും കാണാൻ മറക്കരുത്. ഇനി കൂടുതൽ സ്വീറ്റ്സ് ഞാൻ തീർച്ചയായിട്ടും കൊണ്ടുവരാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യുക, വീണു ചേച്ചിയിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത അടിപൊളിയുടെ റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം, താങ്ക് യു. അച്ഛനവയ്ക്കൊരു പണി കൊടുത്തു. എന്തായിരുന്നു അവ പണി നോക്കിക്കേ നിങ്ങൾ. നമ്പർ ഇട്ടിട്ടുണ്ട്, കളറും കൊടുത്ത് സ്പെസിഫിക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആ കളറ് നമ്പറിൽ ഇങ്ങനെ പതുക്കെ 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 പെയിൻറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. എൻ്റെ മോൻ ഇന്നലെ രാത്രി തൊട്ട് തുടങ്ങിയതാണ്. എന്തോരം സമയമെടുക്കും. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ എങ്ങനെയുണ്ടെന്നുള്ള കാര്യം. അവ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? I like these kind of things, so it's fine. ഞാനും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു കൊളാക്കണ്ട, വെറുതെ നന്നായിട്ട് ഇരിക്കുന്നൊരു സംഭവത്തിന് ഞാനും കൂടെ കൈ കടത്തിയിട്ട് കൊളാക്കണമെന്ന് വെച്ചു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ.